ചോദ്യം 1. വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. പ്രസ്താവന 1. 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. പ്രസ്താവന 2. അദ്ദേഹത്തിന്റെ വിശ്വാസസംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. പ്രസ്താവന 3. അരുൾ നൂൽ അദ്ദേഹത്തിന്റെ രചനയാണ്. പ്രസ്താവന 4. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഉത്തരം 2, 3, 4 ശരി. ചോദ്യം 2. വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്ച കലാപത്തെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? പ്രസ്താവന 1. കലാപം നടന്നത് 1812-ലാണ്. പ്രസ്താവന 2. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയാണ് നിയോഗിച്ചത്. പ്രസ്താവന 3. കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. പ്രസ്താവന 4. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. ഉത്തരം 2, 3 തെറ്റ്. ചോദ്യം 3. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻകാങ്ങിനെക്കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയത്. പ്രസ്താവന 1. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. പ്രസ്താവന 2. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത. പ്രസ്താവന 3. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. പ്രസ്താവന 4. ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥപരമായ രചനയാണ്. ഉത്തരം എല്ലാം ശരിയാണ്. ചോദ്യം 4. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 1. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 2. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പിളർപ്പ് നടന്നു. 3. 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയി. 4. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം. ഉത്തരം 1, 2, 4 ശരി. ചോദ്യം 5. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയത്. പ്രസ്താവന 1. 16ാം ഉച്ചകോടിയാണ് ഖസാനിൽ നടന്നത്. പ്രസ്താവന 2. ഖസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. പ്രസ്താവന 3. ബ്രിക്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. പ്രസ്താവന 4. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. ഉത്തരം 1, 4 ശരി. ചോദ്യം 6. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISRO യുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പ്രസ്താവന 1. ISRO സ്ഥാപിച്ചത് 1998-ലാണ്. പ്രസ്താവന 2. ഇതിന്റെ ആസ്ഥാനം കൽക്കത്തയിലെ അന്തരീക്ഷ ഭവൻ ആണ്. പ്രസ്താവന 3. ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു. പ്രസ്താവന 4. വിക്രം സാരാഭായി സ്പേസ് സെന്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. ഉത്തരം 3, 4 ശരി. ചോദ്യം 7. സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അലാമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയത്. പ്രസ്താവന 1. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. പ്രസ്താവന 2. 1924 ഒക്ടോബർ 12-നാണ് ആരംഭിച്ചത്. പ്രസ്താവന 3. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. പ്രസ്താവന 4. പത്രത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് താനൂരിലായിരുന്നു. ഉത്തരം 1, 2, 3 ശരി. ചോദ്യം 8. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. 1. എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. 2. വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ. 3. കേരള ജ്യോതി പുരസ്കാരം MK സാനു. 4. ഓടക്കുഴൽ അവാർഡ് D വിനയചന്ദ്രൻ. ഉത്തരം 4 തെറ്റ്. ചോദ്യം 9. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏത്? 1. അതിർത്തി ഗാന്ധിയുടെ മരണം. 2. മലബാർ കലാപം. 3. ക്ഷേത്രപ്രവേശന വിളംബരം. 4. ജവഹർലാൽ നെഹ്റുവിന്റെ മരണം. ഉത്തരം 2, 3, 4, 1 എന്ന രീതിയിൽ.